നമ്മുടെ ഇവിടെയൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്, ഈ കാന്താരി. കുറേ നാളിന് ശേഷമാണ് ഞാനിത് നേരിട്ട് കാണുന്നത് തന്നെ. നമ്മുടെ വീടിൻ്റെ പരിസരത്തും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നേരത്തെ. കുറേയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ്, കുറേയൊക്കെ തന്നെ ഉണ്ടായി വരുന്നതുമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചിക്കൽ വീട്ടിൽ പോയപ്പോഴത്തേക്കും അടുത്തുള്ള വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ. അങ്ങനെ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, പിന്നെ കാന്താരിയും കൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാനും അനിയനും കൂടിയിട്ട് ഉടുമ്പന്നൂർ വരെ വന്നാണ്. നിധിക്കുട്ടിയുടെ ഡയപ്പറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം അവൻ പറഞ്ഞു ഷെയ്ക്ക് കുടിക്കാമെന്ന്. പിന്നെ അവൻ്റെ ചിലവിൽ ഒരു ഷെയ്ക്കൊക്കെ പാസ്സാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും കപ്പയും കാന്താരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഷെയ്ക്കൊക്കെ കുടിച്ചതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കട്ടല്ലോ എന്ന് ഓർത്തു കേട്ടോ. അപ്പോഴേക്കും ഉണ്ട് നമ്മുടെ അഫി വന്നു. പിന്നെ അഫിക്ക് എക്സാം നടക്കുകയാണ്, മലയാളമാണ് എക്സാം. അപ്പോൾ താരതമ്യേന ബാക്കി എല്ലാ വിഷയത്തിനും വെച്ച് നോക്കുമ്പോൾ മലയാളം കുറച്ച് പാടാണ്. അതിൻ്റെ അകത്ത് ഈ വള്ളി പുള്ളി ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കേട്ടോ ആൾക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെ തൂത്തു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവനെയും കൂടി ആ ഒരു അക്ഷരങ്ങളും അതുപോലെ തന്നെ വാക്കുകളൊക്കെ ഒന്ന് എഴുതിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഏകദേശം പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴാണ് വിശന്നത്. അങ്ങനെ കപ്പയും കാന്താരിയും അതുപോലെ ചായയൊക്കെ കുടിച്ചു. കുറേ നാളിന് ശേഷം കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു.